Dear students, welcome to Learner's World. In this video, I am going to talk about solved textual questions and activities, part 4. Kerala Syllabus 9th Standard, New English New Textbook, Unit 1, Hours and Years, Half a Day by Negim Mahfouz. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തി. ഈ ഒരു വീഡിയോയിൽ ആക്ടിവിറ്റീസാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള. ആക്ടിവിറ്റി 1, ദ സ്റ്റോറി ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി അൺഫോൾഡ് ദ 3 phases ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഈ ഒരു ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള നെഗീം മഹ്ഫൂസിൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ മനുഷ്യരുടെ ജീവിതത്തിലെ 3 phases 3 തലങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദ ഏജ് ഓഫ് ഇന്നസെൻസ്, ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആൻഡ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അപ്പോൾ 3 phases ഓഫ് ഹ്യൂമൻ ലൈഫാണ്. അതിലൊന്നാണ് ഏജ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നത്, അതായത് ചൈൽഡ്ഹുഡ്, ആ കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ഫേസ്. ദെൻ ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, that is middle age. Then age of helplessness and dependence, that is old age. As time progresses, the surroundings change. പിന്നീട് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ കഴിയുന്നത് കാലം കടന്നു പോകുന്നതിനനുസരിച്ച് ചുറ്റുപാടിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ കുട്ടി ചൈൽഡ്ഹുഡിലായിരുന്ന സമയത്ത് സ്ട്രീറ്റിൽ കണ്ടിരുന്ന ഗാർഡൻസൊക്കെ പിന്നീട് മിഡിൽ ഏജിലും ഓൾഡ് ഏജിലൊക്കെ ആകുന്ന സമയത്ത് അത് ഡിസപ്പിയർഡ് ആയിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഒരുപാട് ബിൽഡിങ്സും വെഹിക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. ദ എക്സ്പീരിയൻസ് വി ഗ്യാദർ ഷേപ്പ് അവർ ആറ്റിറ്റ്യൂഡ്സ്. അപ്പം നമ്മളുടെ ഈ ഒരു ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റങ്ങൾ വരും. നൗ റിവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ടാബിൾ ഐഡൻറ്റിഫൈയിങ് ദ വേർഡ്സ്, ഫ്രേസസ്, എക്സ്പ്രഷൻസ് ദാറ്റ് ഡിനോട്ട് ദ ചേഞ്ചസ് ഇൻ സെറ്റിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ സ്റ്റോറി ഒന്നുകൂടെ വായിച്ചിട്ട് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഫേസസ് ഓഫ് ഹ്യൂമൻ ലൈഫിലും, അതായത് ഏജ് ഓഫ് ഇന്നസെൻസിലുള്ള സെറ്റിംഗ് എങ്ങനെയായിരുന്നു, അതിൽ ആ കുട്ടിക്കുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു, അതുപോലെ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിങ്ങിൽ എല്ലാ സെറ്റിംഗ് എങ്ങനെയായിരുന്നു, ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം ഏജ് ഓഫ് ഇന്നസെൻസ് ആണ്. ഏജ് ഓഫ് ഇന്നസെൻസിൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്, അതായത് ചൈൽഡ്ഹുഡിൽ ആ കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഉള്ള സെറ്റിംഗ് എന്ന് പറയുന്നത് സ്ട്രീറ്റിൽ 2 ഭാഗത്തും ഗാർഡൻസ് ആയിരുന്നു. പിന്നീട് നമ്മളോട് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയുണ്ടായിരുന്നു? Both sides were extensive field planted by the crops, henna tree, date palms, etc. 2 സൈഡിലും വയലുകളുണ്ടായിരുന്നു. അവിടെ ഒരുപാട് കൃഷികൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഹെന്ന ട്രീ ഉണ്ടായിരുന്നു, ഡേറ്റ് പാംസ് ട്രീ തുടങ്ങിയിട്ടുള്ളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പറയുന്നത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. ഏജ് ഓഫ് ഇന്നസെൻസിൽ ആ കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയിലുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, അത് ഒന്ന് കൊടുത്തിട്ടുണ്ട്. കൺസിഡർ സ്കൂൾ ആസ് എ പണിഷ്മെൻറ്റ്. ആ ഒരു സമയത്ത് കുട്ടി വിചാരിച്ചത് സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഇനി നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. He felt that tear him from the intimacy of home and mom, then throw him to building like fortress. അപ്പോൾ ആ കുട്ടിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്നെ അമ്മയിൽ നിന്നും അതുപോലെ വീടെന്ന ഈ ഒരു ഇൻറ്റിമസിയിൽ നിന്നൊക്കെ വലിച്ചെടുത്ത് ഈ ഒരു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർട്രസ് മീൻസ് കോട്ട പോലെയുള്ള ഈ വലിയൊരു ബിൽഡിങ്ങിൽ കൊണ്ടുവന്നിട്ടിരിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അടുത്തത് ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്. ആ ഒരു ഫേസിൽ, ആ ഒരു തലത്തിൽ ഏത് സെറ്റിംഗ് ആയിരുന്നു? റിച്ച് വെറൈറ്റി ഗെയിംസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് എന്തൊക്കെയുണ്ടായിരുന്നു? ലേൺ നമ്പേഴ്സ്, ഐഡൻറ്റിഫൈ ഗ്ലോബ്, ചാൻഡഡ് ഫസ്റ്റ് സോങ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? മേക്ക് ഫ്രണ്ട്സ് വിത്ത് ബോയ്സുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ദെൻ ലവ് വിത്ത് സ്വീറ്റ് ഹാർട്ട്, റിവാൽഡറീസ് ബ്രിങ് ഫൈറ്റ് പെയിൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു
ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിങ്ങിൽ ഉണ്ടായിരുന്നത്. ഈ ലാസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ലൈഫാണ് ഏജ് ഓഫ് ഡിപ്പെൻഡൻസ്. അതിൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ഹൈ ബിൽഡിങ്സ് ആണ്. പിന്നീട് നമുക്ക് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്, ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. സർക്കസ് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ആ ഒരു ഓൾഡ് ഏജിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഈ റോട്ടിൽ അനൗൺസ്മെൻറ്റിൻ്റെ സൈറൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഫൈറ്റ് ബിറ്റ്വീൻ ടാക്സി ഡ്രൈവർ ആൻഡ് പാസഞ്ചേഴ്സ്, ഫുൾ ഓഫ് നോയ്സ് പൊല്യൂഷൻ ആയിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? ഫീൽസ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുപോലെ അൺഎബിൾ ടു ക്രോസ് ദ റോഡ്, ഫോർഗെറ്റ് ദ വേ ടു ഹോം. അതായത് ഓൾഡ് ഏജ് ആയിരുന്നു ആ സമയത്ത്, വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നുപോയി. അതുപോലെ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്നൊരു സമയം അങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ദ ഫോളോയിങ് ടേബിൾ പ്രസൻറ്റ് എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ സ്റ്റോറി ഹാഫ് എ ഡേ. അപ്പോൾ ഹാഫ് എ ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടേബിളിൽ. Find reasons for each event stated in the table and write them down in the space provided. The first one has been done for you. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ റീസൺ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ ബോയ് വാസ് റിലക്റ്റൻറ്റ് ടു ഗോ ടു സ്കൂൾ. അതായത് ആ കുട്ടി സ്കൂളിലേക്ക് പോകാൻ മടി കാണിച്ചു. അതിൻ്റെ റീസൺ എന്തായിരുന്നു? ഹി വാസ് അഫ്രൈഡ് ദാറ്റ് ഹി വുഡ് ബി പണിഷ്ഡ് അറ്റ് സ്കൂൾ. അതായത് അതിൻ്റെ കാരണം കുട്ടി സ്കൂളിലേക്ക് പോകാൻ മടിച്ചത് സ്കൂൾ ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് കുട്ടി കൺസിഡർ ചെയ്തിരുന്നത്, അതുകൊണ്ടാണ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫാദർ വാണ്ടഡ് ഹിം ടു ഗോ ടു സ്കൂൾ. അച്ഛൻ കുട്ടീനെ സ്കൂളിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അച്ഛൻ സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ അതിൻ്റെ റീസൺ, ഫാദർ കൺസിഡർ സ്കൂൾ ആസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അച്ഛൻ സ്കൂളിനെ ഒരു ഫാക്ടറി ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അവിടെ നല്ല സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറി ആയിട്ടാണ് അച്ഛൻ ഈ ഒരു സ്കൂളിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഫാദർ വാണ്ടഡ് ഹിം ടു ഗോ ടു സ്കൂൾ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സ്കൂൾ ബ്രോഡ് ഹിം കണ്ടൻമെൻറ്റ്. അതായത് സ്കൂള് അവനക്കൊരു സംതൃപ്തി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? റീസൺ എന്തായിരിക്കും? ഹി മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ലവ് വിത്ത് ഗേൾസ്. അതായത് അവന് സ്കൂളിൽ ഫ്രണ്ട്സുമായിട്ട് ബോയ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവന് ഒരുപാട് സ്വീറ്റ് ഹാർട്ടൊക്കെ ഉണ്ടാവാൻ തുടങ്ങി, ഗേൾസുമായിട്ട് ലവ് ആവാൻ തുടങ്ങി. അങ്ങനെ സമയത്ത് അവനൊരു സെൻസ് ഓഫ് കണ്ടെയ്ൻമെൻറ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അടുത്തത്, സ്കൂൾ വാസ് നോട്ട് ആസ് സ്വീറ്റ് ആസ് ഹി തോട്ട്. അതായത് സ്കൂൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സ്വീറ്റ് അല്ല, അവിടെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം? റിവാൾഡറീസ് ബ്രിങ് ഹേറ്റ്രഡ് ആൻഡ് ഫൈറ്റ്. അതായത് സ്കൂൾ എല്ലാ സമയവും സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ചില സമയത്ത് റിവാൾഡറീസ് മീൻസ് കുട്ടികളുടെ ഇടയിൽ തന്നെ മത്സരങ്ങൾ ഉണ്ടാകും, അവിടെ ഫൈറ്റ് ഉണ്ടാകും, പെയിൻ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതുപോലെ അവിടെ സ്കൂളിലുള്ള വുമൻ, അതോറിറ്റീസിലുള്ള വുമൻ അവരെ സ്കോൾഡ് ചെയ്യും, അവരെ ചീത്ത പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിലുണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കാം. മെമ്മറി ലൈൻ. ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി ഇല്ലുസ്ട്രേറ്റ് ദ നരേറ്റേഴ്സ് ജേർണി ത്രൂ ടൈം. ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി നമ്മുടെ നരേറ്ററുടെ ലൈഫാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ടൈമിലൂടെ ആണ് അദ്ദേഹം ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓൺ ദ വേ ഹി എൻകൗണ്ടേഴ്സ് മെനി പീപ്പിൾ, ഹാസ് ഡൈവേഴ്സ് എക്സ്പീരിയൻസസ് ആൻഡ് അണ്ടർഗോസ് എ പ്രൊഫൗണ്ട് ട്രാൻസ്ഫോർമേഷൻ. അതായത് അവൻ്റെ ഈ ഒരു ജേർണിയിൽ, നരേറ്ററുടെ ചൈൽഡ്ഹുഡ് മുതൽ ഓൾഡ് ഏജ് വരെയുള്ള ഈ ഒരു കാലഘട്ടം ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് സറൗണ്ടിങ്സിൽ സംഭവിക്കുന്നുണ്ട്, അതിനൊരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ മീൻസ് ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദ ഫോളോയിങ് ഡയഗ്രാം ഡെപിക്ട്സ് ദ ജേർണി ടു സ്കൂൾ ആസ് എ ചൈൽഡ് ആൻഡ് ഹിസ് റിട്ടേൺ ആസ് എൽഡർലി മാൻ. അപ്പോൾ താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്.
ആ ഡയഗ്രാം അവന് കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിലേക്ക് പോയത് മുതൽ അവൻ ഓൾഡ് ഏജിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് വരെയുള്ള സംഭവ വികാസങ്ങളാണ്. അപ്പോൾ ചിലതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ചിലത് നമ്മൾ ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടന്നത് എന്നുള്ളത്. Look at the diagram carefully and complete the account of memory line suitably based on your reading of the story. You may make use of the hints. അപ്പോൾ ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾ ആദ്യം സ്റ്റോറി വായിക്കുക, എന്നിട്ട് ഡയഗ്രാം നോക്കിയിട്ട് എന്തൊക്കെ ഇൻസിഡൻസ് ആണ് നടന്നതെന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം മുതൽ നോക്കാം. ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ലീവിങ് ഹോം, വീട്ടിൽ നിന്ന് പോവുകയാണ്. ഐ വാക്ക്ഡ് വിത്ത് മൈ ഫാദർ വെയറിങ് ന്യൂ ക്ലോത്ത്സ്. ഐ വാസ് ഹാപ്പി ബട്ട് ഹാഡ് ഫിയേഴ്സ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അതായത് ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ സ്കൂളിലേക്ക് പോവുകയാണ് ന്യൂ ക്ലോത്ത്സ് ധരിച്ചുകൊണ്ട്. ഞാൻ ഹാപ്പിയാണ്, പക്ഷേ എനിക്ക് സ്കൂളിലേക്ക് പോകുന്നതിലുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അടുത്തത് വാക്കിംഗ് ടു സ്കൂൾ. അങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് എന്തൊക്കെ കണ്ടു എന്നുള്ളതാണ്. ഹി സോ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ബോത്ത് സൈഡ്, എക്സ്റ്റെൻസീവ് ഫീൽഡ് വിത്ത് പ്ലാന്റഡ് ക്രോപ്സ് ആൻഡ് ഹെന്ന ട്രീ, ഡേറ്റ് പാംസ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ സ്ട്രീറ്റിൽ ഗാർഡൻസ് കണ്ടു, രണ്ട് സൈഡിലും ഫീൽഡ്, അതായത് വയലുകളുണ്ട്, അവിടെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. ഹെന്ന ട്രീ കൃഷി ചെയ്തിട്ടുണ്ട്, ഡേറ്റ് പാംസ് കൃഷി ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ അത് സ്കൂൾ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഹിസ് വാസ്റ്റ് കോർട്ട്യാർഡ് ആൻഡ് ക്രാംഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. അവിടെ ഒരു വലിയൊരു വിശാലമായ കോർട്ട്യാർഡ് മീൻസ് നടുമുറ്റം കണ്ടു. അതിൽ ക്രാംഡ് എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ബോയ്സും ഗേൾസും ഒക്കെ. ദെൻ അടുത്തത് ഇൻസൈഡ് ദ ക്യാമ്പസ്. ഇനി ആ സ്കൂളിനകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. None of them knew him but glances of curiosity towards him. അവിടെ ബോയ്സും ഗേൾസൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും നരേറ്റർക്ക് അവരെ അറിയില്ല. പക്ഷേ ഗ്ലാൻസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു, ഒരു ക്യൂരിയോസിറ്റിയിൽ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു നരേറ്ററെ. ഇനി അടുത്തത് ദ വിമൻസ് ഇൻസ്ട്രക്ഷൻസ്. അവിടെ ഉണ്ടായിരുന്ന ആ വിമൻസിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അവർ ഉപദേശിച്ചത് ഇങ്ങനെയായിരുന്നു: ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഹിയർ ടു ദ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. ഇത് നിൻ്റെ പുതിയ വീടാണ്, നിനക്കിവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ മേക്കിംഗ് ഫ്രണ്ട്സ്. ഇനി ഫ്രണ്ട്സിനെ ഉണ്ടാക്കലാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. മേക്കിംഗ് ഫ്രണ്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. School had a variety of entertainment, made friends with boys and fell in love with girls. അതായത് സ്കൂളിൽ ഒരുപാട് വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് അതിലൊക്കെ ഏർപ്പെടും, അതുപോലെ ഗേൾസുമായിട്ട് ഫാൾ ഇൻ ലവ് ഒക്കെ ആകും എന്നാണ് പറയുന്നത്. അടുത്ത റിയലൈസേഷൻ, ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ. അതെന്താണെന്നുള്ളതാണ്. ഹി റിയലൈസ്ഡ് ഓഫ് എ ഡേ മോസ്റ്റ് ക്വിക്ക്ലി ആൻഡ് നൗ ഹീ ഈസ് ഇൻ ഓൾഡ് ഏജ്. അതായത് അവൻ പിന്നീട് തിരിച്ചറിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ലൈഫിൽ ഹാഫ് എ ഡേ പെട്ടെന്ന് തീർന്നു പോയി, അവൻ ഓൾഡ് ഏജിലെത്തിയിട്ടുണ്ട്. അതായത് ടൈം മൂവ് ക്വിക്ക്ലി, അതായത് ടൈം പെട്ടെന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സറൗണ്ടിങ്സിലൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്ന ഗാർഡൻസൊക്കെ ഡിസപ്പിയർഡായി, പകരമായിട്ട് അവിടെ വെഹിക്കിൾസും ബിൽഡിങ്സൊക്കെ പ്ലേസ് ചെയ്തു എന്നുള്ളത് റിയലൈസ് ചെയ്യാണ്. നെക്സ്റ്റ്, ആൻ എൽഡർലി മാൻ ക്രോസിംഗ് ദ റോഡ്. A young lad helped him to cross the road. Life cycle of human is depicted here. ഇവിടെ എത്തുമ്പോൾ അവന് ഓൾഡ് ഏജിൽ എത്തിയിട്ടുണ്ട്. അവന് വേറൊരാളുടെ സഹായം ആവശ്യമാണ് റോഡ് ക്രോസ് ചെയ്യാൻ. അങ്ങനെ ഒരു യങ് ലാഡ് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ. Okay, next, let's recall and recreate. Activity 1, revisit the story half a day and complete the following character map of the narrator. അതായത് നരേറ്ററുടെ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിലാദ്യമായിട്ട് വരുന്നത് നരേറ്ററുടെ ഫിസിക്കൽ അപ്പിയറൻസ്, കാഴ്ചയിൽ നരേറ്റർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഫിസിക്കൽ അപ്പിയറൻസ് പറയുമ്പോൾ ഹിറ്റ്സ് clothes were new, the black shoes, the green school uniform and the red
ടാർബൂഷ്. ഇങ്ങനെയായിരുന്നു അവൻ്റെ ഡ്രസ്സിങ്ങൊക്കെ. റെഡ് ടാർബൂഷ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് തൊപ്പിയാണ്, ക്യാപ്പാണ്. അടുത്തത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈസ് റിലക്റ്റൻറ്റ് ടു ലീവ് ഹിസ് പാരൻസ് ഷൈ വൈൽ ഇൻറ്ററാക്ടിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ഹീ സെറ്റിൽസ് ഇൻ ക്വിക്ക്ലി ഇൻ ന്യൂ എൻവയോൺമെൻറ്റ്. അവന് സ്കൂളിലേക്ക് പോകാൻ മടിയുള്ള ആളായിരുന്നു, പാരൻസിനെ വിട്ട് പോകാനും മടിയുണ്ടായിരുന്നു. പിന്നെ ഷൈ ആയിരുന്നു, ആദ്യമായിട്ട് ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ കണ്ടപ്പോൾ വളരെയധികം ഷൈ ആയിരുന്നു. പക്ഷേ അവൻ ആ ഒരു പുതിയ ചുറ്റുപാടുമായിട്ട് പെട്ടെന്ന് മിങ്കിളായി, അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. അടുത്തത് റോൾ ഇൻ ദ സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയിൽ നരേറ്ററുടെ റോൾ എന്താണ്? പ്രൊട്ടഗണിസ്റ്റ് ഇൻ ദ സ്റ്റോറി ലൈഫ് സൈക്കിൾ ഓഫ് ഹ്യൂമൻ ഡെപിക്റ്റഡ് ത്രൂ ദിസ് റോള്. പ്രൊട്ടഗണിസ്റ്റ് ഒരു പ്രധാന കഥാപാത്രമാണ് ഈ ഒരു സ്റ്റോറിയിൽ നരേറ്ററുടെ ആ ഒരു റോളിലൂടെയാണ് ഹ്യൂമൻ ലൈഫ് സൈക്കിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തത് അനാലിസിസ് ഓഫ് എക്സ്പ്രഷൻസ് ഓർ റിമാർക്സ് ബൈ ദ ഓതർ ഓർ അതർ ക്യാരക്ടേഴ്സ്. അതായത് ഓതറുടെയോ അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറിൻ്റെയോ ഒക്കെ എക്സ്പ്രഷൻ അനാലിസിസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നരേറ്റർ ഈസ് റിലക്റ്റൻറ്റ് ടു ലീവ് ഹിസ് parents are initially shy while interacting with his friends and teachers, becomes frustrated in old age. And realization, ഒരു തിരിച്ചറിവ് നരേറ്റർക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് എഴുതാനാണ്. ലൈഫ് വാസ് നോട്ട് സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ്. ഡസ് ലാഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് ഒക്കേർഡ്. റിവാർഡ്സ് ബോട്ട് പെയിൻ, ഹേറ്റ്രഡ് ആൻഡ് ഫൈറ്റിംഗ്. അതായത് ലൈഫിൽ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് അല്ല എന്ന് നരേറ്റർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ ഡസ്ലാഡ് ആൻഡ് വിൻസ് ഉണ്ടാകും, ചുഴലിക്കാറ്റുകളുണ്ടാകും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസുകളുണ്ടാകും, റിവാൽറീസ് മത്സരങ്ങൾ, കുട്ടികൾക്കിടയിൽ ഫൈറ്റ് ഉണ്ടാക്കും, അതിൽ നിന്ന് പെയിൻ ഉണ്ടാകും, ഹീറ്റഡ് ഉണ്ടാകും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള റിയലൈസേഷൻ. അടുത്തത് നൗ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ നരേറ്ററുടെ ഒരു ക്യാരക്ടർ സ്കെച്ച്, അതായത് നരേറ്ററുടെ ആ ഒരു സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി ഹാഫ് എ ഡേ ബൈ നഗീബ് മഹ്ഫൂസ് ഇസ് എ പ്രൊട്ടഗണിസ്റ്റ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ പ്രൊട്ടഗണിസ്റ്റാണ് നഗീബ് മഹ്ഫൂസിൻ്റെ ഹാഫ് എ ഡേയിലെ പ്രൊട്ടഗണിസ്റ്റാണ് നരേറ്റർ. പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന കഥാപാത്രമാണ്, ഒരു കേന്ദ്ര കഥാപാത്രമാണ് protagonist. Okay, he is reluctant to leave parents and shy while interacting with his friends and teachers. അവൻ ആദ്യമൊക്കെ മടിയായിരുന്നു പാരൻസിനെ വിട്ടു പോവാൻ സ്കൂളിലേക്ക്. അതുപോലെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ കണ്ടപ്പോൾ ഒരു ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഹീ സെറ്റിൽസ് ഇൻ ക്വിക്ക്ലി ഇൻ ന്യൂ എൻവയോൺമെൻറ്റ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ പെട്ടെന്ന് മിങ്കിളായി ആ ഒരു പുതിയ ചുറ്റുപാടിൽ. ഈസ് റെഡി ടു മേക്ക് ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്. അവന് ഫ്രണ്ട്സുമായിട്ട് കമ്പനി കൂടാനും അതുപോലെ ഗേൾസുമായിട്ട് ഫോൾ ഇൻ ലവ് ആവാനൊക്കെ റെഡിയായിരുന്നു. ലൈഫ് വാസ് നോട്ട് സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് ഫോർ ഹിം. അപ്പോൾ നരേറ്ററെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് ആയിരുന്നില്ല. ഡസ്ലാഡ് ആൻഡ് വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് ഒക്കേർഡ്. അതായത് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അതുപോലെ ഡസ്ലാഡ് ആൻഡ് വിൻസ് ചുഴലിക്കാറ്റ് പോലെ ഒക്കെ സംഭവിക്കും. റിവാൽറീസ് ബ്രോഡ് പെയിൻ, ഹേറ്റഡ് ആൻഡ് ഫൈറ്റിങ്. അതായത് കുട്ടികൾക്കിടയിൽ മത്സരങ്ങളുണ്ടാകും, അതിൽ ഹേറ്റഡ് വെറുപ്പുകളുണ്ടാകും, പെയിൻ ഉണ്ടാകും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദ വുമൺ സംടൈംസ് സ്മൈൽ, സംടൈംസ് സ്കോൾഡ്. അതുപോലെ അവരുടെ സ്കൂളിൽ ആ വുമൺ ചില സമയത്ത് അവർ ചിരിക്കും, ചില സമയത്ത് അവർ പുച്ഛിക്കും കുട്ടികളോട്, ചില സമയത്ത് അവർ കുട്ടികളെ വഴക്ക് പറയും, പണിഷ്മെൻറ്റ് നൽകും. നരേറ്റർ വാസ് ചൈൽഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി, ബിക്കംസ് ആൻ ഓൾ ഗ്രാൻഡ് പാ ടുവാർഡ്സ് അറ്റ് ദ എൻഡ്. നരേറ്റർ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് ഒരു ചൈൽഡായിരുന്നു, സ്കൂളിലേക്ക് പോകുന്ന. സ്റ്റോറി എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാൻഡ് പേയാണ്. ദ സ്റ്റോറി എൻഡ് വിത്ത് എ യങ് ലാഡ് ഹെൽപ്പിംഗ് ഹിം ടു ക്രോസ് ദ റോഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഒരു യങ് ലാഡ്, ഒരു കുട്ടി നരേറ്ററെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോഡ് ക്രോസ് ചെയ്യാൻ. ആ കുട്ടി നരേറ്ററെ അഡ്രസ്സ് ചെയ്യുന്നത് ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, താങ്ക് യു.